എങ്ങനെയാ നിത്യ, നാളെ നേരത്തെ വരില്ലേ? എന്റെ പൊന്നു സഞ്ജയ്, എനിക്ക് ഈ സമയത്ത് മാത്രമേ വരാൻ പറ്റൂ. നിനക്കറിയാലോ, വെക്കേഷൻ ആയിട്ട് കൂടി ഞാൻ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേർന്നത് നിന്നെ കാണാൻ വേണ്ടി മാത്രം. ഇതിൽ കൂടുതൽ നേരത്തെ എനിക്ക് വരാൻ പറ്റില്ല. ശരി, എന്നാ ഇവിടെ നിന്ന് കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് നീ വീട്ടിൽ പോയാൽ മതി. അതൊന്നും പറ്റില്ല, തൊട്ടപ്പുറത്തല്ലേ എന്റെ വീട്. ആരെങ്കിലും കാണും. ആര് കാണാനാ? ഫോൺ ചെയ്യാൻ പറഞ്ഞ ഫോൺ ഏത് നേരവും നിന്റെ അനിയത്തിയുടെ കയ്യിലായിരിക്കും. പിന്നെ ആകെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരുന്ന സമയം മാത്രമാണ് കിട്ടുന്നത്. അവിടെ പിന്നെ സാറും ടീച്ചേഴ്സും. പിന്നെ ഒരു 5 മിനിറ്റ് കൂടി നിനക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ വയ്യേ? നിത്യല്ലേ അത്? നിത്യമോളെ. അച്ഛനോ? എന്താ അച്ഛാ? ക്ലാസ് കഴിഞ്ഞില്ലേ മോളെ? മോളെന്താ ഇവിടെ നിൽക്കുന്നേ? അത് അച്ഛാ, ഇത് സഞ്ജയ്, എന്റെ കൂടെ പഠിക്കുന്നതാ. ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലേക്ക് നടന്നു പോകുമായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞതാ. ഹായ് അങ്കിൾ. ഹായ് മോനെ. മോന്റെ വീട് എവിടെയാ? എന്റെ വീട് അപ്പുറത്തെ ലൈനിലാ അങ്കിൾ. ഞാൻ നിത്യം കൂടി എല്ലാ ദിവസവും നടന്നാ വരുന്നേ. ആഹാ, എന്നാ മോളെ ഫ്രണ്ടിനെ കുടിവാഴി നിന്ന് വർത്താനം പറയണ്ട. നമ്മുടെ വീട്ടിൽ എല്ലാരും ഉണ്ടല്ലോ. ഇവനായിട്ട് വീട്ടിലോട്ട് ചെല്ലേ. മോൻ വീട്ടിൽ കയറിയിട്ടൊക്കെ പോയാൽ മതി. അത് വേണ്ട, സഞ്ജയ്ക്ക് തിരക്കുണ്ടാവും, പൊക്കോട്ടെ. ഇല്ല അങ്കിൾ, എനിക്ക് തിരക്കില്ല. ഞാൻ വേണമെങ്കിൽ വീട്ടിൽ കയറാം. ശരി മോനെ, അങ്കിൾ കടയിലേക്ക് പോകാൻ ഇറങ്ങിയതാ. വേറൊരു ദിവസം അങ്കിൾ വരാം. ഇപ്പൊ നിങ്ങൾ രണ്ടും കൂടി വീട്ടിലേക്ക് ചെല്ലൂട്ടോ. അവിടെ അമ്മയും അനിയത്തിമാരൊക്കെ ഉണ്ട്. എല്ലാരെയൊക്കെ ഒന്ന് പരിചയപ്പെടൂ. നിങ്ങളിങ്ങനെ വഴിയിൽ നിന്ന് സംസാരിക്കണ്ട. ശരി, എന്നാ അങ്കിൾ പോട്ടെ. എന്റെ ദൈവമേ, നല്ല കൂൾ അച്ഛൻ. ഇതിനാണോ നീ പേടിക്കുന്നത്? കൂൾ അച്ഛൻ? നീ പറയുന്ന പോലെയൊന്നുമല്ല. അച്ഛൻ എന്തിനാവോ നിന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത്? അത് നിനക്ക് മനസ്സിലായില്ലേ? നമ്മൾ വഴിയിൽ നിന്ന് സംസാരിക്കുന്ന കണ്ടിട്ടായിരിക്കും. എന്തായാലും നമുക്ക് വീട്ടിൽ പോകാം. നീ നടക്ക. വേണ്ട സഞ്ജയ്, നീ എന്റെ വീട്ടിലൊന്നും പറയണ്ട. അവിടെ അച്ഛാമ്മയുണ്ട്, അനിയത്തിമാരൊക്കെ ഉണ്ട്. നിന്റെ അച്ഛൻ ക്ഷണിച്ചിട്ടല്ലേ? ഇനി നിന്റെ അച്ഛൻ വൈകുന്നേരം വരുമ്പോ ചോദിക്കില്ലേ ഞാൻ വീട്ടിൽ കയറിയോന്ന്? നിനക്ക് തിരക്കിട്ടെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവ് പറഞ്ഞോളാം. തിരക്കുള്ളവർ ആരെങ്കിലും റോട്ടിൽ നിന്ന് വർത്താനം പറയോ? സാരമില്ല, നിന്റെ അച്ഛൻ പറഞ്ഞതല്ലേ. നമുക്ക് നിന്റെ വീട്ടിൽ കയറിയിട്ട് തന്നെ പോയാൽ മതി. അയ്യോ, ഈ സഞ്ജയുടെ കാര്യം. നടക്ക് നീ. പൊന്നമ്പിളി, പൊന്നമ്പിളി പൊന്നെ, ദേ കാക്ക. കാക്ക കാക്കേ കാക്കേ കൂടെ വിടേ. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞു കിടന്ന് കരഞ്ഞീന. ആഹാ, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. കാർത്തിയാന്റി വരട്ടെ, കുഞ്ഞിനെ പാട്ട് പഠിപ്പിക്കാൻ ചേർക്കാൻ പറയാട്ടോ. വലുതാവട്ടെ ട്ടോ. നീതുമോളെ. എന്റെ ദൈവമേ. ഹായ് നീതുമോളെ. അയ്യോ, ഇതെന്താ സ്വപ്നൊന്നും അല്ലല്ലോ. ഇവളെന്തായി കാണിച്ചേ? ഈ സഞ്ജയ് ചേട്ടനായിട്ട് ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ എന്താടി ഞങ്ങൾ അതിശയപ്പെട്ട് നോക്കുന്നേ? ഹായ് നീതു, സുഖമല്ലേ? സുഖം തന്നെ. നിത്യ ചേച്ചി ഒന്നിങ്ങ് വന്നേ. ഇവക്ക് എന്തു പറ്റി? സഞ്ജയ് ഇവിടെ നിൽക്കി, ഞാൻ പോയിട്ട് വരാം. എന്റെ പൊന്നു ചേച്ചി, ചേച്ചി എന്ത് പണിയായി കാണിച്ചേ? ചേച്ചിയുടെ ലവർ സഞ്ജയനെ കൂട്ടി വീട്ടിലേക്ക് വന്നോ? അതെ, അതിനിപ്പോ എന്താന്നോ? ഇടി പൊട്ടി, ഇവിടെ അച്ഛാമ്മയുണ്ട്, അമ്മയുണ്ട്, കുണിക്കുണ്ട്, കുണുക്കനുണ്ട്. അച്ഛൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ. അത് നിന്റെ ഭാഗ്യം. അച്ഛനുണ്ടെങ്കിൽ എനിക്കൊന്നുമില്ല. അയ്യോ, ഇവക്ക് വട്ടായതാണോ? ഇവക്ക് വേറെ വല്ല അസുഖമാണോ? അച്ഛനാ ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത്. അച്ഛനോ? അച്ഛൻ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നീ ഒന്ന് പോയേ. എന്തിനാ നീതുമോളെ ടെൻഷൻ? മാധവനങ്ങൾ വിളിച്ചിട്ടാ ഞാൻ വന്നേ. അച്ഛൻ വിളിച്ചോന്നോ? അല്ല, ഇതേതാ ബേബി കയ്യിരിക്കുന്നേ? നിത്യൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് കാർത്തികാന്റിയുടെ ബേബിയാ. 2 ദിവസമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. നോക്കട്ടെ, എനിക്ക് കൊച്ചു ബേബികൾ എടുക്കാൻ ഭയങ്കര ഇഷ്ടാ. ഇങ്ങതാ, ഞാനൊന്ന് എടുക്കട്ടെ ബേബിനെ. അയ്യോ വേണ്ട, ഇവള് കരയും. കരയൊന്നുമില്ല. ഇങ്ങതാ കൊടുക്ക് നീതുമോളെ. ചുച്ചൊരു മണി മണി മണി, ചുച്ചൊരു മണി മണി മണി. പൊന്നമ്പിളി എന്തിനാ കരയണേ? അയ്യോ പൊന്നമ്പിളി, ഇങ്ങ് താ ചേട്ടാ. ഈ കുട്ടി എന്താ ഇങ്ങനെ? ഞാൻ മര്യാദ കാണല്ലോ എടുത്തത്. സഞ്ജയ് അതൊന്നും നോക്കണ്ട, നമുക്ക് അകത്തേക്ക് കയറാൻ വാ. എനിക്കും നമുക്ക് അമ്മാമ്മയുടെ കടയിൽ പോയി കപ്പലണ്ടി മുട്ടായി മേടിച്ചാലോ? അതിന് നിന്റെ കയ്യിൽ കാശുണ്ടോ? അച്ചാവനോട് ചോദിക്കാം, ഇപ്പൊ തന്നെ തരും. അത് നമുക്ക് ചോദിക്കാതെ എടുത്താലോ? കപ്പലണ്ടി മുട്ടായി ഞാൻ മേടിച്ചു തന്നാ മതിയോ? അയ്യോ നോക്കിയടി കുണുക്കി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാ? അതെന്താടി കുണിക്ക് നീ അങ്ങനെ ചോദിച്ചേ? കണ്ടട്ടകട തോന്നി. കൊച്ചിന് ബുദ്ധിയുണ്ട്. വേറെ ആരും കേക്കെന്ന് പറയണ്ടാട്ടോ. അതെന്താ പറഞ്ഞാല്? അതൊന്നുമില്ല. കുണുക്കി, ഇത് ചേച്ചിയുടെ ഫ്രണ്ടാ. എനിക്കറിയാം, അന്ന് മിഠായി തന്ന കേട്ടതല്ലേ. എവിടെ വന്നത്? എന്റെ പൊന്നോ, ഇതിനൊക്കെ ഇത്ര ഓർമ്മയുണ്ടോ? അതെ, ഇതിപ്പോ എന്നെ കൂടി പഠിക്കുന്നതാ. ട്യൂഷൻ കഴിഞ്ഞു വന്നപ്പോ നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ടേ നമ്മുടെ അച്ഛൻ ക്ഷണിച്ചിട്ട് വന്നതാ. വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇവരെ കൊണ്ട് ഞാൻ തോറ്റല്ല. അമ്മ എവിടെ മക്കളെ? ചേട്ടന്റെ അമ്മ ഇവിടെ ഇല്ല. അന്ന് ചേട്ടന്റെ വീട്ടിൽ കാണും. എന്റെ പൊന്നോ, കാണുന്ന സാധനങ്ങൾ തന്നെ. ഞാൻ പറയാറില്ലേ സഞ്ജയ്, ഇവർ രണ്ടുപേരും നല്ല കുസൃതി പ്രകൃതിയാണെന്ന്. എങ്ങനെയുണ്ട് ഇവരെ? അടിപൊളി. സഞ്ജയ് ചോദിച്ചത് നമ്മുടെ അമ്മേനെ പറ്റിയാ, ഗീതാമ്മേനെ പറ്റി. അങ്ങനെ പറയണ്ടേ? ഓക്കെ മക്കളെ, ഗീതാന്റി എവിടെ? അത് ഗീതാന്റിനോട് ചോദിക്കണം. കളിക്കാതെ പറ മക്കളെ, അമ്മ എവിടെ? എന്താ ഇവിടെ ഒരു സംസാരം കേട്ടെ? കുട്ടികളെ നിങ്ങൾ ആരോടാ സംസാരിക്കുന്നേ? നിത്യേച്ചിയുടെ ബോയ്ഫ്രണ്ടിനോടാ. ബോയ്ഫ്രണ്ടോ? നീ ഇവിടെ ട്യൂഷന് പോയതല്ലേ? ഇത് ആരാടി നിന്റെ കൂടെ? അച്ഛമ്മ, ഇതെന്റെ ഫ്രണ്ടാ, പേര് സഞ്ജയ്. ഹായ് അച്ഛമ്മ. ഹായ്. അല്ല, എന്താ ഇങ്ങോട്ട് വന്നേ? അച്ഛമ്മ, ഞങ്ങളിപ്പോ ഒരുമിച്ചാ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നേ. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴി അച്ഛനെ കണ്ടു. അപ്പൊ അച്ഛനാ പറഞ്ഞത് വീട്ടിലൊക്കെ കയറിയിട്ട് പോയാ മതിയെന്ന്. ആര്, മാധവനോ? അതെ അച്ഛമ്മ. ശരി, ഞാൻ ഗീതേനെ വിളിക്കാം.
എന്റെ ദൈവമേ, 10-16 വയസ്സായ പെങ്കൊച്ചി ഇവളത് എന്തും ഭാവിച്ചാണേ ഒരു ചെക്കനെയും വിളിച്ചോണ്ട് വീട്ടിൽ വന്നേക്കണ കാലം. സ്വന്തം അച്ഛനാണെങ്കിലോ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് പോയാ മതിയെന്ന്. എന്തൊക്കെ കാണണം എന്റെ ദൈവമേ. ആ ഗീതേ. അച്ഛമ്മ എന്താ അവിടെ നിന്ന് പാട്ട് പാടുവാണോ? ഓ, ഈ കൊച്ചു ചെക്കനത് കേട്ടെന്നാ തോന്നണേ. അല്ല മക്കളെ, ഞാൻ ഗീതനെ വിളിച്ചതാ. ആഹാ, നിത്യ, സഞ്ജയ്, വാ മോനെ ഇവിടെ ഇരിക്കേ. കുടിക്കാൻ എന്താ വേണ്ടേ? നിനക്ക് നേരത്തെ അറിയായിരുന്നു ഇവര് വരുന്നത്? നേരത്തെ ഒന്നും അറിയില്ല. മാധവേട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു നിത്യ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് വരുമെന്ന്. അപ്പം തന്നെ ഞാൻ ജ്യൂസ് ഒക്കെ റെഡിയാക്കി. അതാ ഉടനെ വരാൻ വൈകിയത്. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞ ആന്റി. ക്ലാസ് കഴിഞ്ഞ് ഇവളെ വീട്ടിൽ വിടാൻ വരുമ്പോഴാ മാധവനങ്ങൾ കണ്ടത്. വീട്ടിൽ വിടാനോ? അതെന്താ, നിത്യക്ക് വഴി അറിയില്ലേ? വഴിയൊക്കെ അറിയാം. സഞ്ജയുടെ വീട് അപ്പുറത്തെ ലൈനില്ല. എന്തായാലും ഈ വഴിയാ സഞ്ജയ് പോകുന്നത്. അതുകൊണ്ട് ഒരു കമ്പനി തന്നത് മാത്രം. അതെങ്ങനെ സഞ്ജയുടെ വീട് നിനക്കറിയാം അപ്പുറത്തെ ലൈനിലാണെന്ന്? അത് ഞാൻ പറഞ്ഞത് അച്ഛമ്മ. സഞ്ജയ് ഇങ്ങോട്ട് വന്ന പോലെ നീ ഇവന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? എന്താ അമ്മ ഇത്? അവളുടെ ഫ്രണ്ട് വന്നേക്കും ഇങ്ങനെ പോലീസുകാർ ചോദ്യം ചെയ്യണ പോലെ ചോദ്യം ചെയ്യണേ. അമ്മ ഞാനവിടെ സ്കോഷ് കലക്കി വെച്ചിട്ടുണ്ട്, അത് എടുത്തിട്ട് വാ. എന്നെ പറഞ്ഞു വിടാനുള്ള ധൃതി കൊള്ളാം. മോനെ സഞ്ജയ്, ഒന്നും വിചാരിക്കണ്ട കേട്ടോ. അച്ഛമ്മയൊക്കെ പഴയ ആളുകളല്ലേ, അതുകൊണ്ടാ. ശരിയാ, ഈ വീട്ടിലെ ഏറ്റവും വലിയ അച്ഛപ്പയാ. എടി കുണിക്ക് വേണ്ടാട്ടോ. അച്ഛമ്മല്ല എപ്പോഴും പറയാതെ ഞാനാ മൂത്തത്, ഞാനാ മൂത്തത്, ഞാനാ മൂത്തത്. മൂത്തവരെ റെസ്പെക്ട് ചെയ്യാൻ പാടില്ലേ? നല്ല റെസ്പെക്ട്. ഇങ്ങനെയാണല്ലേ റെസ്പെക്ട് ചെയ്യുന്നേ? മോനെ അകത്തേക്ക് ഇരിക്കൂ, ഞാൻ ഫുഡ് എന്തെങ്കിലും വേഗം ഉണ്ടാക്കാം കേട്ടോ. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളോ? ഗേൾസ് ഒന്നും ഇല്ലേ? ഒത്തിരി പിള്ളേരുണ്ട്, 40 പിള്ളേരുണ്ട്. നീ ഒഴികെ ബാക്കിയുള്ളവര് ബോയ്സ് ആണോ? അയ്യോ അല്ല അച്ഛമ്മ, പെൺപിള്ളേരും ഉണ്ട് ആൺപിള്ളേരും ഉണ്ട്. പെൺപിള്ളേര് ഫ്രണ്ട് ആയിട്ടൊന്നും ഇല്ലേ? എന്റെ പൊന്നമ്മ, ഇതെന്താ? അമ്മ വാ, നമുക്ക് അകത്തിരിക്കാം. വാ വാ അമ്മേ, നമ്മൾ അപ്പുറത്തോട്ട് ഇരിക്കാം. നീ എന്തിനാ എന്നെ അങ്ങോട്ട് കൊണ്ടോണേ? കുട്ടികളൊക്കെ ഇവിടെ അല്ലേ നിൽക്കണേ, ഞാൻ ഇവിടെ നിൽക്കൂ. അതൊക്കെ പറയാം, അമ്മ അങ്ങോട്ട് നടക്കുവാ. എടിക്ക് ഇത് ഇടടി, ഞാൻ ഇവിടെ നിന്നോളാം. ശരി ശരി, ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. സഞ്ജയ്, ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ അച്ഛമ്മനെ പറ്റി പറയണത് കറക്റ്റ് ആണെന്ന്? അച്ഛമ്മ എങ്ങനെയാ, നീ മോശമൊന്നും വിചാരിക്കല്ലേ. നീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. ടെറർ തള്ള. എന്തായാലും എന്റെ കയ്യിലുണ്ട് ഇവരെ മയക്കാനുള്ള ഒരു വഴി. കണ്ടോ കണ്ടോ, എന്തോ കുശുകുശുക്കുന്ന കണ്ടോ? അവനെ കണ്ടാലറിയാ കള്ളലക്ഷണം. അച്ഛമ്മ ആര് വിചാരിച്ചാലും മയങ്ങത്തില്ല സഞ്ജയ്. നീ കണ്ടോ? ആ മാധവനൊന്ന് വിളിക്കട്ടെ. നിത്യ, ഈ വീട്ടിലെ എല്ലാരെയും ഞാൻ കണ്ടു. അച്ഛൻ, അമ്മ, കുണുക്കി, കുണുക്കൻ, നീതുമോള്, പിന്നെ നീ, പിന്നെ ആ പുതിയതായിട്ട് വന്ന കുട്ടി പൊന്നമ്പിളി. പക്ഷെ അച്ഛമ്മയുടെ അത്ര സുന്ദരി ആരുമില്ല. അച്ഛമ്മ എങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെ സുന്ദരിയായിരിക്കുന്നേ? അത് മോനെ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് നല്ല സൗന്ദര്യമുള്ളവരാ. എന്റെ അമ്മയും അച്ഛനൊക്കെ നല്ല സുന്ദരന്മാരായിരുന്നു. എന്റെ മോനും ആ ഭംഗി കിട്ടിയിട്ടുണ്ട് മാധവൻ. പക്ഷെ ഇവിടുത്തെ മക്കള് നീതു, നിത്യ, കുണുക്കി, കുണുക്കൻ എല്ലാവർക്കുമേ ഗീതയുടെ വീട്ടുകാരുടെ കിട്ടിയേക്കണേ. അതുകൊണ്ട് ഞങ്ങളുടെ അത്ര എത്തിയിട്ടില്ല. എന്തായാലും മോ നല്ലവനാന്ന് അച്ഛമ്മക്ക് മനസ്സിലായി. എത്ര നേരം ഇവിടെ ജ്യൂസ് എടുക്കാൻ പോയിട്ട് ഇതുവരെ കൊണ്ടുവന്നില്ലേ? ജ്യൂസ് മാത്രം ആക്കണേ, എന്തിനാ? ബിരിയാണിയും കൂടി പോരട്ടെ.